വെൽക്കം ടു ലോർഡ് മൈ ഷെപ്പേർഡ്. ഇന്നത്തെ മെസ്സേജ് കുട്ടികൾക്കുള്ളതാണ്. മക്കളെ, നിങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ഇൻക്ലൂഡിങ് കൊന്ത എത്തിക്കണേ. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലെ? ആ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് ഈശോയ്ക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ബ്ലെസ്സിങ്സും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ആ കുടുംബത്തിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന. മുടങ്ങരുത്. എത്രയൊക്കെ തിരക്കുണ്ടായാലും കുടുംബ പ്രാർത്ഥന മുടങ്ങാൻ ഇടവരുത്തരുത്. അതിപ്പോ പള്ളിയിൽ പോയി ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട എന്നൊന്നും പറയല്ലേ. കുടുംബ പ്രാർത്ഥന മറക്കരുത്. ഒരു 30 മിനിറ്റ്സ് കൂടുതലൊന്നും ആവില്ല. അപ്പൊ അത് ചെല്ലണം. പിന്നെ അപ്പനമ്മയൊക്കെ ചിലപ്പോൾ നല്ല തിരക്കിപ്പെടും, അപ്പൊ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതാരാ? മക്കളാണ്. അപ്പൊ നിങ്ങൾ എല്ലാം റെഡിയാക്കി പായൊക്കെ വിരിച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് അപ്പൊ അമ്മ വായോ റെഡി എന്ന് പറഞ്ഞ് വിളിക്കണം. പറ്റുമെങ്കിൽ ഒരു ഡെയിലി അതിനൊരു ടൈം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ സെയിം ടൈമിൽ തന്നെ കൂടാൻ പറ്റിയാൽ വലിയ കാര്യം, നല്ല കാര്യം. അപ്പോൾ നമുക്കിപ്പോൾ TV കാണാനോ ഗെയിം കളിക്കാനോ നമ്മൾ പ്രത്യേകിച്ച് ആരും റിമൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? അതൊരു പ്ലഷർ തരുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലർക്ക് ഒരു ബോറാ, റിപ്പീറ്റിംഗ് അല്ലേ? പക്ഷേ അതിലൂടെ കിട്ടുന്ന ബ്ലെസ്സിങ്സും ഈശോയുള്ള ആ സ്നേഹവും മനസ്സിലായി വരുമ്പോൾ അത് പിന്നെ ഒരിക്കലും മുടങ്ങില്ല. എത്ര ടയേർഡായാലും എഴുന്നേറ്റ് പോയി ചെല്ലും, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഇഫക്റ്റ് വന്നില്ലെങ്കിലും നിങ്ങൾ ഈശോയോടുള്ള ആ ബോണ്ട് കൂടുമ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നല്ലൊരു പാട്ടൊക്കെ പാടുക, പിന്നെ മറക്കാതെ സ്തുതി കൊടുക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോ യാത്രയിലാണെന്ന് വെക്കട്ടെ, അപ്പോഴും നമുക്ക് മുടങ്ങാതെ ചെല്ലാം, അല്ലെ? യാത്രയിൽ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ മിസ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഒരു കുറച്ചു നേരം എല്ലാവരും കൂടി വണ്ടിയിലിരുന്ന് കൊന്ത ചെല്ലാൻ ശ്രമിക്കണം. അപ്പൊ മേ ഗോഡ് ബ്ലെസ് യു ഓൾ. മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. See you. Thank you.